സലാമി. കനത്ത സുരക്ഷാ സന്നാഹങ്ങൾക്കിടെയാണ് സംസ്ഥാനത്ത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നടന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ഭൂരഹിതരും ഭവനരഹിതരുമായി ആരുമില്ലാതായാലേ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാവുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിലക്കയറ്റം, വരൾച്ച, മാലിന്യ നിർമ്മാർജ്ജനം എന്നിവയാണ് ഇപ്പോഴത്തെ പ്രധാന വെല്ലുവിളികൾ. കൃത്രിമമായി വിലക്കയറ്റം സൃഷ്ടിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാവും. സ്ത്രീകളുടെ സംരക്ഷണം വനിതാ സംഘടനകളുടെയോ സർക്കാരിന്റെയോ മാത്രം ഉത്തരവാദിത്തമല്ലെന്ന് ഉമ്മൻചാണ്ടി ചൂണ്ടിക്കാട്ടി. ആത്യന്തികമായി സ്ത്രീയും പുരുഷനും തുല്യരാണെന്ന വസ്തുത സമൂഹം അംഗീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. 1 ലക്ഷം ഭൂരഹിത കുടുംബങ്ങൾക്ക് 3 സെന്റ് വീതം സ്ഥലം ഓഗസ്റ്റ് 15 മുമ്പ് നൽകാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. ഭൂരഹിതരും ഭവനരഹിതരുമായി ആരും ഇല്ലാതെ വരുമ്പോഴാണ് കേരളം ദൈവത്തിന്റെ സ്വന്തം നാടായി മാറുന്നത്. ജില്ലാ ആസ്ഥാനങ്ങളിൽ അരങ്ങേറിയ റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രിമാർ മുഖ്യാതിഥികളായി. കൊല്ലത്ത് കെ.ബി. ഗണേഷ് കുമാർ, പത്തനംതിട്ടയിൽ അടൂർ പ്രകാശ്, ആലപ്പുഴയിൽ പി.കെ. ജയലക്ഷ്മി, കോട്ടയത്ത് കെ.എം. മാണി, ഇടുക്കിയിൽ അനൂപ് ജേക്കബ്, എറണാകുളത്ത് കെ. ബാബു, തൃശൂരിൽ കെ.സി. ജോസഫ്, പാലക്കാട്ട് മഞ്ഞളാംകുഴി അലി, മലപ്പുറത്ത് എം.കെ. മുനീർ, കോഴിക്കോട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, വയനാട്ടിൽ പി.ജെ. ജോസഫ്, കണ്ണൂരിൽ കെ.പി. മോഹനൻ, കാസർകോട് വി.എസ്. ശിവകുമാർ എന്നിവർ പതാക ഉയർത്തി. കൊച്ചി നാവികത്താവളത്തിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ റിയർ അഡ്മിറൽ സതീഷ് സോണി അഭിവാദ്യം സ്വീകരിച്ചു. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.